ഹായ്, നമസ്കാരം. മാക്സ് ഒരു കിച്ചാ സുദീപ് സംഭവം, ഒരു കിച്ചാ സുദീപ് ഷോ, അല്ലെങ്കിൽ കിച്ചാ സുദീപിന്റെ അഴിഞ്ഞാട്ടമാണ് മാക്സ് എന്ന് പറയുന്ന സിനിമ. ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട്, അതായത് ഒന്നോ രണ്ടോ സീനുകൾ കൊണ്ട് തന്നെ എന്താണ് സിനിമയുടെ ഏകദേശ രൂപം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും. പിന്നീട് അങ്ങോട്ട് ഒരു 2.5 മണിക്കൂർ നേരത്തേക്ക് ഒരൊറ്റ രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് സിനിമ പോകുന്നത്. ആദ്യത്തെ 2 സീന് കൊണ്ട് സിനിമയുടെ ഒരു രൂപം മനസ്സിലാക്കി തരിക എന്ന് പറയുന്നതോടൊപ്പം തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സിനിമയുടെ പ്രധാന പ്ലോട്ടിലേക്ക് കടക്കുകയും പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് 2.5 മണിക്കൂർ നേരം കൊണ്ട് മാക്സ് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ആദ്യത്തെ സീൻ മുതൽ അവസാനത്തെ ഷോട്ട്, അതായത് ടൈറ്റിൽ കാർഡുകൾ എഴുതി കാണിക്കുന്നത് വരെ കംപ്ലീറ്റ് ആയിട്ടും കാണിക്കുന്നത് കിച്ചാ സുദീപിനെയും അദ്ദേഹത്തിന്റെ ഹീറോയിസും അദ്ദേഹത്തിന്റെ പരിപാടികളുമാണ്. അതുകൊണ്ട് തന്നെ മാക്സ് എന്ന് പറയുന്ന പേര് പോലെ തന്നെ മാക്സിമം എനർജി നമ്മൾ എടുത്ത് പറയണം. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പുള്ളിക്കാരന്റെ എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സീൻ മുതൽ ഇതിന്റെ ഏറ്റവും അവസാനം വരെ നമ്മൾ കാണിക്കുമ്പോഴും ഒരേ എനർജിയാണ്. കയറ്റിറക്കങ്ങളൊന്നുമില്ല, ഒരൊറ്റ എനർജിയിലാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ നെടുംതൂൺ എന്ന് പറയുന്നത് കിച്ചാ സുദീപ് തന്നെയാണ്. അതല്ലാതെ വേറെ കുറെ ആക്ടേഴ്സ് ഉണ്ട്, വില്ലന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവർക്കൊന്നും യാതൊരു പ്രാധാന്യമില്ല. കാരണം നായകനെ, ആ ഹീറോയിനെ, ആ ഒരു ഹീറോയിസം എന്നുള്ളത് എടുത്തു കാണിക്കാന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ട് തന്നെയാണ് ഓരോ ഷോട്ടും ഇവര് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് അറിയിൽ തന്നെ വന്നിട്ടുമുണ്ട്. മറ്റൊരു കൈദിയാക്കാനൊക്കെ വളരെ ചാൻസ് ഉള്ള ഒരു സിനിമയായിരുന്നു ഈ മാക്സ് എന്ന് പറയുന്ന സിനിമ. പക്ഷെ അത് അവർ ആ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു സീൻ വരുമ്പോൾ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇവർക്ക് ഇവിടെ പറ്റിയിട്ടില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ കൈതി എടുത്തു കഴിഞ്ഞാൽ അർജുന്റെ കഥാപാത്രം പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ട്. അയ്യോ, ഇനി അയാൾ എന്താ ചെയ്യുക, അവരെ കൊല്ലുവോ, മറ്റുള്ളവരെ രക്ഷിക്കുവോ എന്നുള്ള സംഭവം. അതുപോലെ ജയിലിന്റെ അകത്തുള്ള ആ വില്ലൻ, പുള്ളിക്കാരൻ എങ്ങാനും പൊളിച്ച്, ജയിൽ പൊളിച്ച്, ലോക്കപ്പ് പൊളിച്ച് പുറത്തേക്ക് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള ടെൻഷൻ. അതുപോലെ കൈദിയിലെ ലോറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സ്പൈ ഉണ്ടല്ലോ, പുള്ളിക്കാരനൊക്കെ നമുക്കൊരു 95% ആളുകൾക്കും എങ്ങനെയെങ്കിലും അവന് പിടികിട്ടിരുന്നെങ്കിൽ, എങ്ങനെ പിടി വെച്ച് അല്ലെങ്കിൽ എങ്ങനെ കൊന്നിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. അത്തരത്തിലുള്ള ഒരു ടെൻഷൻ. അയാൾ അവിടെ ഉള്ളിടത്തോളം കാലം ഇവർ പോകുന്ന വഴിയൊക്കെ ഇയാൾ പറഞ്ഞു കൊടുക്കാനുള്ള എന്നുള്ളൊരു സങ്കടം. അതുപോലെ അയാൾ ഈ കല്ലെടുത്തിട്ട് ഈ നമ്മുടെ കാർത്തിനെ എറിയുന്ന സമയത്ത് അയാൾ തോന്നുന്നൊരു ദേഷ്യം, തുടങ്ങിയിട്ടുള്ള കുറെ ഇമോഷൻസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കുറെ മൊമെന്റ്സ് ഉണ്ട്. അതൊന്നും ഈ സിനിമയിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനഃപൂർവ്വം തന്നെ ഇവർ ഈ നായകനെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇതിൽ നായകന്റെ അമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സ്. അതായത് 1000 ആനകളും അതിനൊത്ത പടയാളികൾ വന്നാലും എന്റെ മകൻ ഒറ്റയ്ക്ക് നിന്ന് നേരിടുന്നു പറഞ്ഞ ഒരു സാധനമുണ്ട്. അത് എക്സാക്ട്ലി ഈ സിനിമയിൽ 2.5 മണിക്കൂർ അതാ ചെയ്തിട്ടുള്ളത്. 1000 ആനകളും ഒത്ത പടയാളികൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ കുറെ ഗണ്ണും കാര്യങ്ങളും എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ട് വന്നാലും നമ്മളുള്ളിൽ ഓട്ടോമാറ്റിക്കലി ഇവർ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് നായകൻ അവിടെ ഉണ്ടല്ലോ, പുള്ളി നോക്കിക്കോളും. ആ ഫീലാണ് ഒരു പ്രേക്ഷകന് വരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ നായകൻ കുടുങ്ങുമോ അല്ലെങ്കിൽ നായകന്റെ കൂടെ ഉള്ള ആൾ പെട്ടുപോകും നമുക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു മൊമെന്റ് അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നായകനുള്ളത്തോളം കാലം അയാൾ നോക്കിക്കോളും, അയാൾക്കൊന്നും പറ്റൂല എന്നുള്ളൊരു ഫീല് നമുക്ക് വരുന്നുണ്ട്. അത് ഏകദേശം ഒരു 15 മിനിറ്റ് തന്നെ നമുക്ക് ആ ഫീല് ഇവർ ഈ സിനിമയിലൂടെ തരുന്നുണ്ട്. അപ്പൊ പിന്നെ അപ്പുറത്തേക്ക് ടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും സിനിമ നല്ല ഗംഭീര സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. ഇത് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് പറഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ പോലെ ഈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഇമോഷണൽ ലോക്ക് ഉണ്ടല്ലോ, അത് അത്ര അങ്ങോട്ട് വർക്കായിട്ടില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പല ആക്ടേഴ്സും, എസ്പെഷ്യലി കുറെ ലേഡി ക്യാരക്ടേഴ്സ്, അവര് അഭിനയിക്കാൻ അറിയാത്തതിന്റെയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലായ്മ, ഇതിൽ ഏതോ ഒന്നുണ്ട്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എന്താ പറയുക, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സ്ത്രീ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഒരാളെ പിടിക്കുമ്പോൾ അയ്യോ അതാണെങ്കിൽ ഒരു ഗർഭിണിയാണല്ലോ എന്ന് പറയണം. അപ്പൊ അത് പറയുമ്പോൾ അവർ പ്ലാൻ ചെയ്ത് വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് അറിയാം. അതായത് അയ്യോ അത് പറഞ്ഞിട്ടാണ് ഒരു ഗർഭിണിയാണല്ലോ എന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്, പിന്നെ ഈ കൈ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. എന്നിട്ട് ആ ഫീലും അവിടെ കൊടുത്തു. അപ്പോഴാണ് ഇത് ആലോചിക്കുന്നത്, പോട്ടോയില് എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം നമുക്ക് അവിടെ. അത് ഡയലോഗിനനുസരിച്ചോ ഇമോഷനനുസരിച്ചോ അല്ല ജസ്റ്റേഴ്സ് ഉള്ളത് എന്നുള്ള സാധനം. ഇത് നമ്മളിവിടെ വലിയ കൊണാൻട്രായിട്ട് ഇരുന്ന് പറയാ എന്ന് വിചാരിക്കരുത്. നമ്മൾ ഇങ്ങനെയാണല്ലോ, നമ്മൾ ഒരുപാട് സിനിമകൾ കാണുമ്പോഴാണല്ലോ നമുക്ക് എക്സ്പീരിയൻസ് വരുന്നത്. അത്തരത്തിൽ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു ഫീല് വരുന്നുണ്ട്. എന്നാൽ വളരെ മോശമാക്കുന്നല്ല, നമുക്ക് എവിടേക്കോ ചില പോരായ്മകൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ പടം വളരെ നന്നായിട്ട് തന്നെ പോവുകയാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് പോകുന്നത്. ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒന്ന് തന്നെയാണ്. അതായത് തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റ പോക്കാണ് സിനിമ. അതിനപ്പുറത്തേക്ക് ഒരു കയറ്റിറക്കങ്ങളൊന്നുമില്ല. അത് തന്നെയാണ് ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും. തുടക്കത്തിൽ എന്താണോ കാണുന്നത്
അതേ ഫീൽ അവസാനം വരെ നമുക്ക് ഇരിക്കാം. അതിന് ഒരിക്കലും താഴ്ന്നു പോകുന്നില്ല, എന്നാൽ ഒരു സ്ഥലത്ത് പോലും അതിന്റെ മുകളിലേക്ക് ആ മീറ്റർ പോകുന്നുമില്ല. അപ്പൊ ആ ഒരു വിഷയം തന്നെയാണ് നെഗറ്റീവ്, അത് തന്നെയാണ് പോസിറ്റീവ്. സിനിമ കണ്ടിരിക്കാവുന്ന സിനിമയാണ്. നിങ്ങൾക്ക് 150 രൂപ കൊടുത്ത് സിനിമ കാണുകയാണെങ്കിൽ 2-2.5 മണിക്കൂർ നിങ്ങൾ ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഒരു വൺ ടൈം വാച്ചബിൾ ആയി ഒരു എബോ ആവറേജ് ഫീലിൽ കാണാൻ പറ്റുന്ന സിനിമയാണ് മാക്സ്. എന്നാൽ നിങ്ങളൊരു പക്ക ആക്ഷൻ ഫിലിം ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഇത്തരത്തിൽ ഭയങ്കര ബീജിയം കയറ്റി നടനെ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്ത് നായകനെ മുന്നിൽ നിർത്തി എന്ത് വന്നാലും ഒരു മല കണക്കിയ നായകനെ വെച്ചിട്ട് ബാക്കി എത്ര വില്ലന്മാർ വന്നാലും ഒരു ആയിരക്കണക്കിന് ആളുകൾ വന്നാലും ഒന്നുമല്ല നിൽക്കുന്ന നായകൻ, അത്തരത്തിലൊക്കെ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്, അത് വളരെ രസമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റുള്ളൂ. കാരണം അത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ പലപ്പോഴും അരോചകത്വം ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ അത് ഫീൽ ചെയ്യുന്നില്ല. കാരണം കിച്ച സുധുവിന്റെ പെർഫോമൻസ് ആണ്, ഈ പറഞ്ഞ പോലെ എനർജി ലെവലാണ്. പിന്നെ ഷോട്ടുകളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നതും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ഒട്ടും ലാഗ് ഇല്ലാത്ത രീതിയിൽ അവർ ഈ പടം ചെയ്തിട്ടുണ്ട്. എനിക്കൊരു എബോ ആവറേജ് ഫീലാണ് കിട്ടിയിട്ടുള്ളത്. അത് പറയുമ്പോൾ തന്നെ പല ആളുകളും ഭയങ്കരമായിട്ട് അടുത്തിരുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് ഇത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ പലപ്പോഴും ബീജിയം ഭയങ്കര ഓവർ നോയ്സ് ആവുന്ന പോലെ കുറച്ച് കൂടുതലായി പോയോ എന്നുള്ള രീതിയിലുള്ള, നമ്മൾ പലപ്പോഴും ചില റീൽസ് ഒക്കെ കാണുമ്പോൾ പറയില്ല ബീജിയം കുറച്ചുകൂടി കയറ്റിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കായിരുന്നു. അത്തരത്തിൽ ബീജിയം ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് ഓവർ ആയോ എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പൊ ഒരു പക്ക സ്ഥിരം പരിപാടി, നമ്മൾ ഇത്തരത്തിലുള്ള തെലുഗു കന്നഡ സിനിമയിലൊക്കെ കാണുന്ന ഒരു സ്ഥിരം പരിപാടി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കിച്ചാ സുദീപിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണാം. നിങ്ങൾ ഒരു പക്ക കിച്ചാ സുദീപ് ആരാധനയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സെക്കൻഡ് ഹാഫിന് ശേഷം അങ്ങോട്ട് സിനിമ കുറച്ചും കൂടെ എൻഗേജ് ആയിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ലാസ്റ്റിനോടെ കടക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുറച്ചും കൂടെ അതിലേക്ക് നമ്മൾ പെട്ടെന്ന് ഇന്നാവുന്നുണ്ട്. പിന്നെ വേറെ തുടക്കം ഞാൻ പറഞ്ഞല്ലോ, ആ ഫീൽ നമുക്ക് അത് മുതലേ ഉണ്ട്, എന്നാൽ പോലും കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ 1-2 ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രസമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇതിന്റെ പോസിറ്റീവായിട്ട് പറയേണ്ട ഒരു പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത്, പല സിനിമകളും ഡബ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ആ ഡബ് ചെയ്യുന്ന രീതി, ഇത് മലയാളത്തിലേക്കാണെങ്കിലും തമിഴിലേക്കാണെങ്കിലും സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് മലയാളം തമിഴ് തന്നെയാണ്. ആ ഡബ് ചെയ്യുമ്പോൾ രീതി നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഒട്ടും മാച്ച് അല്ലാത്ത വോയിസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നായകന്റെ വോയിസ് ആ നായകന്റെ ലുക്കിന് മാച്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാളുടെ ഒരു പവറിന് മാച്ച് ഉണ്ടാവില്ല. ഇവിടെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, അങ്ങനെ തന്നെ പറയണം, എല്ലാ ആളുകൾക്കും കൊടുത്തിരിക്കുന്ന വോയിസ് പക്കയായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അതൊരു തമിഴ് സിനിമ കാണുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെയും ഇതൊരു ഡബ്ഡ് മൂവി ആണല്ലോ എന്ന് നമ്മുടെ ഉൾമനസ്സിൽ അട്ടിമനസ്സിൽ ഉള്ളത് കൊണ്ട് നമുക്ക് അയ്യോ ഇത് ഡബിങ് ആണല്ലോ എന്ന് തോന്നൽ ഉണ്ടായേക്കാം. എന്നല്ലാതെ ഒരിക്കലും നമുക്കൊരു നെഗറ്റീവ് ആയിട്ട് പറയാൻ പറ്റില്ല. അതൊരു ഡബ് ചെയ്തിട്ടുള്ള ഡബിങ് ആർട്ടിസ്റ്റ് അത് ഗംഭീരമാണ്. അതിന് സെലക്ട് ചെയ്തിട്ടുള്ള ആളാരാണോ അവരും ഭയങ്കര ഗംഭീരമാണ്. കിച്ച സുദീപിന്റെ ഒക്കെ വോയിസ് ഭയങ്കര ഗംഭീരമുള്ള വോയിസ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പാട്ടുണ്ട് ഇതിൽ, ആ പാട്ടിലുള്ള വോയിസ് ആണെങ്കിലും നായകനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് വോയിസ് വന്നിട്ടുള്ളത്. ആ പാട്ടും അങ്ങനെ നമുക്ക് അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത്തരത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആകത്തുക എന്ന് പറഞ്ഞാൽ മാക്സ് ഒരു എബോ ആവറേജ് ഫീൽ തന്നിട്ടുള്ള വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പോരാനുള്ളതും കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കും. കാണാം.